റൈഡേഴ്സ് ആണ്. കൊൽക്കട്ടയിലെ ഒരു ഉൾഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് ലാസ്റ്റ്. അവിടുന്ന് നമ്മുടെ ഉച്ചാവരത്തുണ്ടായിരുന്ന ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്നാണ്. ഒരു നീണ്ട നൈറ്റ് റൈഡായിരുന്നു സംഭവം. കുറെ പാലമൊക്കെ ഉണ്ട്, നൈസായിരുന്നു. ഈ കാഴ്ച ഓൾ ഇന്ത്യ റൈഡേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരാണിത്. കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. കൊച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കൊതിക്കുന്ന അമ്മ ഉണ്ടാക്കണത് കൊൽക്കട്ടയിലാണ്. അവര് നമുക്ക് കുറെ ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് റൈഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ അമ്മ സെറ്റ് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖമുണ്ട്. അതായത് ഫുള്ള് ടയർഡായിരിക്കും. നമ്മ നല്ല ഷോഗർ റോഡിൽ കൂടെ ഒക്കെ വന്നിട്ട് സീനായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പൊ സമയം 3 മണിയായി. 3 മണിക്ക് ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഈ ബാഗ് അയക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞ പണിക്കാശ് തന്നെ. ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടൊരു ടൂറും പോയിട്ട് വെറുതിരുന്ന വീഡിയോ ആണ് മൈരികളെ. കൽക്കത്ത. എന്നെ പോട്ടിട്ട് ഇന്നലെ രാത്രി നമ്മ കുറെ ഡോഗ്സിനെയും കൊതുക്സിനെയും മാത്രം കണ്ട സ്ഥലത്തേക്ക് ഇന്ന് രാവിലെ അല്ല, ഒരു ഉച്ച-മുക്കാലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇറങ്ങുമ്പോൾ അവസ്ഥയാണ്. രാവിലെ ഇതിനെക്കാട്ടി രസമായിരുന്നു. ഈ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരുന്നു രാവിലെ. അങ്ങനെ ഈ മാർക്കറ്റ് ഫുൾ ഓണായിട്ട് കാണണമെന്ന് താല്പര്യമുള്ളവർ പൈസ കൊടുത്ത് ട്രിപ്പ് വന്നിട്ട് കാണാം. ഹൈജീനിക് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒസ്വാസ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ അല്ല കൊൽക്കട്ടയിൽ ഇങ്ങനെ ലോക്കൽ സിറ്റിയിൽ വന്ന് ചായ പിടിക്കാന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ സ്ട്രേ ഡോഗ്സ് ഉണ്ടാവും. അവർ ചില്ലിങ് ആയിരിക്കും ഫുൾ ടൈം. അവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. പിന്നെ കടയുടെ ഫ്രണ്ടിൽ തന്നെ അപശകുനം പോലെ വേസ്റ്റ് ഇടണം. ഇവിടെ ചോന്ന പിള്ളേർ വന്നേക്കണ ചെറിയ സിറ്റിയില് ആകെ ഒരു കൊടി കണ്ടുള്ളൂ. ആ കൊടിയാണിത്. ബ്രസീൽ. ദിസ് ഈസ് ബ്രസീൽ. വേറെ കാര്യമുണ്ട്. ഇത്ര ലോക്കൽ ചായക്കടയും ഉണ്ട്. പിന്നെ ഇവിടെ ദേ വാമമ്മോ, തൊട്ടപ്പുറത്ത് KFC ഉണ്ട്. ഇവിടെ പാത്രത്തിലേക്ക് ഒഴിക്കണ പുള്ളി ഓർഡർ ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്യണം. നമ്മുടെ അവിടെ ഉള്ള സാധനം ഉണ്ട്. നമ്മുടെ അവിടെ ഇത് ഭയങ്കര ഹാർഡായിരിക്കും. കടിച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല. അതാണ് ഇതൊന്ന് കടിച്ചു. ഇതല്ല അത് 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 ആണോ? പല്ല് വെച്ചില്ല, അതിനകത്ത് പോയി ഫോൺ ചെയ്യണോ? കൊള്ളാം, കൊള്ളാം. നമ്മളെ കടയിൽ ചായട്ടുണ്ട്. ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ പോണ ആരാണ്? അതാണ് ചവച്ചുകൊണ്ട് കുടിച്ചിട്ട് കാര്യമില്ല. അഭിപ്രായം നോക്കാം. അതുകൊണ്ട് നോക്കിയാ
ചായലയാണ്. ഇത് ഇവിടുത്തെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടോ? ഇതുപോലത്തെ കുറെ ബിസ്ക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നിപ്പോ ഞാൻ കടിച്ചോട്ടെ. ആ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അത് നോർമലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു മധുരക്കുറവും പ്രത്യേകിച്ച് ഒരു രുചിയില്ല. അതിന് എന്ത് രുചിയും സ്വീകരിക്കാവുന്ന രുചിയാണ് അല്ലേ? ആ അന്തസ്സുള്ള ചായ മുക്ക് കഞ്ചിയാണ്, സ്മൂത്തിയാവും, കൊള്ള സാധനങ്ങളാ. ഇല്ല ഇല്ല ഇല്ല, നമ്മളവിടെ ഇല്ല. ഇത് ഒരു ഹോം മെയ്ഡ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഓജിൽ ലഡു അല്ല, അതായത് വെറൈറ്റി ടൈപ്പ് ഓഫ് ലഡു. അവൻ്റെ അല്ല, കാശിയല്ല. ഞാൻ ഇപ്പൊ കടിച്ചു നോക്കട്ടെ, എന്നിട്ട് അതിന്റെ അവസ്ഥ അറിയാം. നിരപ്പായ ലഡു ആണെന്ന് എനിക്ക് തോന്നാം. അതെ നമ്മളുണ്ട്, അല്ല ഇതാണ് വല്ലാത്തൊരു മധുരം അല്ലേ? മണ്ണില് മധുരിട്ടല്ലേ? നമ്മ പരിചയപ്പെട്ട ചായ അങ്ങ് കുടിച്ചു. ഇന്നലെ എന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട പുള്ളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ ടയർ ഞങ്ങൾക്ക് മാറണോടുന്നു. മുപ്പരാണ് വന്നേക്കാം. ഹോം സ്ട്രീറ്റിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കുമാരി കഴിക്കണമല്ലോ. പുഷ് കൊള്ളട്ടാ, ആംബിയൻസ് ഒക്കെ കൊള്ളാം. ആ വേണ്ട नंबर बोलो, नंबर 9037389838. Zidan Midlands. Address and पूरा सेम अपने आप ही रखा है, अपने मेरा भाई रखा है और आरसी भी है, आरसी और जेल है अपने തണുത്തിട്ടിരിക്കണ ഇങ്ങനെ സാധനമാണല്ലോ. ഒരു സ്പെഷ്യൽ ഓഫറാണ്, അതെ, പ്രത്യേക മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ബൈ എ പ്ലേറ്റ് ഓഫ് എനി മോമോ ആൻഡ് ഗെറ്റ് എ പെപ്സി 300. അതെ, ഇപ്പൊ നമ്മൾ വിചാരിക്കും പെപ്സി ഫ്രീ ആണെന്ന്. ഇല്ല, പക്ഷെ നിങ്ങൾ 65 എക്സ്ട്രാ കൊടുക്കും. അതിന് മോമോ ഇഷ്ടമാണോ? അതെ, നമ്മ എന്താ ഓർഡർ ചെയ്തേക്കണം? നമ്മ കോംബോ പാക്കാണ് ഓർഡർ ചെയ്തേക്കണം. നെക്സ്റ്റ് അതായത് ഇൻ മോൾട്ടൻ ചീസി സോസ്. അത് നൈസായിരിക്കും. അപ്പൊ ഇതേ ഫുൾഫിൽഡ് ചീസി മോമോ എടുക്കണം. ആ അതല്ല, ഇത് നോക്കുന്നത് ഈ സാധനം സോണർ ബംഗ്ലേ സോബർ മോമോ. അതിനടുത്തറിയാവുന്നവര് താഴെ കമന്റ് ചെയ്യും. മോമോ ഒന്നുണ്ടോ? വേണം നൈസാണ്. ഇടിച്ച മുളകിന്റെ മതി, അരിവുണ്ട്. അതിന്റെ മോമോ 100 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
ഞാൻ പോയിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടായി? അങ്ങനെ ഞങ്ങൾ റൂമില് ഇന്നിപ്പോ റെസ്റ്റ് ആണ്. ഞങ്ങളുടെ വീഡിയോ വൈറലാക്കരുതാരും. എന്താടാ ഇതാനുണ്ട്. ഓക്കെ പണി കിട്ടി.